നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. തങ്കളം കോഴിപ്പള്ളി ബൈപ്പാസ് ആദ്യ റീച്ചിൽ റോഡ് ലൈറ്റിംഗ് സിസ്റ്റം സ്ഥാപിക്കുന്നതിന് 65 ലക്ഷം രൂപ അനുവദിച്ചതായി ആന്റണി ജോൺ MLA. ലൈറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിച്ച് കണക്ഷൻ ലഭ്യമാക്കി ലൈറ്റുകൾ പ്രവർത്തന സജ്ജമാക്കും. തങ്കളം കോഴിപ്പള്ളി ബൈപ്പാസ് ആദ്യ റീച്ചിൽ റോഡ് ലൈറ്റനിംഗ് സിസ്റ്റം സ്ഥാപിക്കുന്നതിന് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 65 ലക്ഷം രൂപ അനുവദിച്ചതായി ആന്റണി ജോൺ MLA. നിർമ്മാണം പൂർത്തീകരിച്ച തങ്കളം കോഴിപ്പള്ളി ബൈപ്പാസിലെ ആദ്യ റീച്ചായ തങ്കളം മുതൽ കല ഓഡിറ്റോറിയം വരെയുള്ള ബൈപ്പാസ് റോഡിൽ ആവശ്യമായ വെളിച്ച സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ഇരു സൈഡുകളിലുമായി 60 വാട്ടിന്റെ 73 LED ലൈറ്റുകളാണ് സ്ഥാപിക്കുന്നത്. ലൈറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിച്ച് കണക്ഷൻ ലഭ്യമാക്കി ലൈറ്റുകൾ പ്രവർത്തന സജ്ജമാക്കുമെന്ന് MLA പറഞ്ഞു. പ്രത്യേകിച്ചും രാത്രികാലങ്ങളായ ഇവിടെ രാത്രികാലങ്ങളിൽ ആവശ്യത്തിന് വെളിച്ചമില്ല എന്നുള്ളത് ഇവിടെ നേരത്തെ ലൈൻ വലിച്ചിട്ടുള്ള ഒരു സംവിധാനം റോഡിനടുത്ത് ഉണ്ടായിരുന്നില്ല. ഇലക്ട്രിക് ലൈൻ വലിച്ചിട്ടുള്ള അത്തരം സൗകര്യങ്ങളൊന്നും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് MLA ഫണ്ടിൽ നിന്ന് നമ്മൾ 65 ലക്ഷം രൂപ ഈ റോഡ് ലൈറ്റ് അനുവദിക്കുകയും അതിൻ്റെ ടെൻഡർ നടപടികളും മറ്റ് സാങ്കേതിക പ്രവർത്തനങ്ങളും ഒക്കെ പൂർത്തീകരിച്ച് ഇപ്പോൾ ലൈറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഈ റോഡിൻ്റെ ബൈപ്പാസ് റോഡിൻ്റെ രണ്ട് വശങ്ങളിൽ എന്ന് പറയുമ്പോൾ കലാ ഓഡിറ്റോറിയം മുതൽ അങ്ങോട്ട് തങ്കളം ലോറി സ്റ്റാൻഡ് വരെയും അവിടെ നിന്നും ആരോമൂന്നാർ റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രദേശത്ത് വരെയുമായിട്ടാണ് ഏതാണ്ട് 73 ലൈറ്റുകളാണ് നമ്മൾ ഇപ്പോൾ സ്ഥാപിച്ചു വരുന്നത്. 65 ലക്ഷം രൂപയാണ് അത് MLA ഫണ്ടിൽ നിന്ന് അതിനു വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. പൂർണ്ണമായ ഈ രണ്ട് റീച്ചിൽ വരുന്ന പ്രദേശത്തുകൂടിയും പൂർണ്ണമായ ജനങ്ങൾക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സൗകര്യം കോതമംഗലത്ത് ഒരുങ്ങുകയാണ്. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതോടുകൂടി കേരളത്തിലെ അപൂർവം പട്ടണങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയുന്ന നിലയിലുള്ള ഒരു റിംഗ് റോഡ് സംവിധാനം ഈ നഗരത്തിൻ്റെ ചുറ്റും രൂപപ്പെട്ടു വരികയാണ്. വലിയ തോതിലുള്ള വികസന സാധ്യതയാണ്. ഇപ്പോൾ ഈ റോഡ് വന്നതിന് ശേഷം തന്നെ നിരവധി സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, അത്തരമുള്ള നിരവധി സ്ഥാപനങ്ങളാണ് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി വരുന്നത്. അപ്പോൾ നല്ല നിലയിലുള്ള ഒരു വികസന സാധ്യത കോതമംഗലത്തിന് നൽകുന്ന ഒരു പദ്ധതി കൂടിയാണ്. 7 മീറ്റർ ഉയരത്തിലുള്ള പോളിലാണ് LED ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. റോഡ് നിർമ്മാണം പൂർത്തിയായതോടുകൂടി നൂറുകണക്കിന് വാഹനങ്ങളാണ് പാതയിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ രാത്രിയായാൽ റോഡിൽ വെളിച്ചമില്ലാത്തതുമൂലം വലിയ അപകട സാധ്യത നിലനിന്നിരുന്നു. അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലെ ആരാധനാലയങ്ങളും വ്യാപാര സ്ഥാപനങ്ങൾക്കും വീടുകളിലുള്ളവർക്കും ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. റോഡിന്റെ നടപ്പാത നിലവിൽ രാവിലെയും വൈകുന്നേരവുമായി നിരവധി പേരാണ് പ്രഭാത സായാഹ്ന സവാരിക്കായി ഉപയോഗിക്കുന്നത്. വെളിച്ചമില്ലാത്തതും മൂലം പ്രഭാത സായാഹ്ന സവാരിക്ക് എത്തുന്നവരും ഏറെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായാണ് റോഡിന് ആവശ്യമായ വെളിച്ച സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.